ചിലർ പറയുമായിരിക്കും മറിയയ്ക്ക് യേശുവിന് ശേഷം പിന്നീട് വേറെ മക്കൾ ഉണ്ടായില്ല എന്നാണ്. അതും അവൾ എന്നേക്കും നിത്യകന്യകയായി ഇരുന്നുവെന്നും. യേശുവിന് യഥാർത്ഥത്തിൽ അർദ്ധ സഹോദരങ്ങൾ ഉണ്ടായിരുന്നോ? അതോ ചിലർ പറയുന്ന പോലെ അവർ കസിൻസ് ആയിരുന്നോ? എന്താണ് യഥാർത്ഥത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത്? അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ പഠനം സഭാ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. 100% തിരുവെഴുത്ത് എന്ത് പറയുന്നു അതിൽ നിന്നാണ് ഈ പഠനം. അതുകൊണ്ട് അവസാനം വരെ കാണണം, എങ്കിൽ മാത്രമേ ഈ സന്ദേശത്തിൻ്റെ ജിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ചില സഭാ പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നത് യേശുവിൻ്റെ ജനനത്തിന് ശേഷം മറിയയ്ക്ക് പിന്നീട് മറ്റ് മക്കളൊന്നും ഉണ്ടായില്ല എന്ന്. പക്ഷേ യേശുവിന് അർദ്ധ സഹോദരങ്ങൾ, ഹാഫ് സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. തിരുവെഴുത്ത് എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. 1. മേരി വാസ് എ വെർജിൻ വെൻ ജീസസ് വാസ് കൺസീവ്ഡ്. യേശുവിനെ ഗർഭം ധരിക്കുമ്പോൾ മറിയ കന്യകയായിരുന്നു. ലൂക്കോസ് 1 രേഖപ്പെടുത്തുന്നു മറിയയും ഗബ്രിയേൽ ദൂതനും തമ്മിലുള്ള സംഭാഷണം. അതിൽ ലൂക്കോസ് 1:34-35 വാക്യങ്ങളിൽ പറയുന്നത്, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യേശുവിനെ ഗർഭം ധരിക്കുമ്പോൾ മറിയ കന്യകയായിരുന്നു. അത് തികച്ചും സത്യവും യേശുവിൻ്റെ സുവിശേഷത്തിന് അടിസ്ഥാനപരവുമാണ്. രണ്ടാമത്തെ കാര്യം, ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജീസസ്, ജോസഫ് ആൻഡ് മേരി ഹാഡ് നോർമൽ മാരിറ്റൽ റിലേഷൻസ്. യേശുവിൻ്റെ ജനനത്തിന് ശേഷം യോസഫും മറിയയും സാധാരണ ദാമ്പത്യ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. ചിലർ അവകാശപ്പെടുന്നത് മറിയ എന്നേക്കും നിത്യകന്യകയായിരുന്നുവെന്ന്. പക്ഷേ മത്തായി 1 അധ്യായം അതിൽ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അവഗണിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ളവർ അവരുടെ അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കാൻ. മത്തായി 1:24-25 പറയുന്നത്, യോസഫ് മറിയയെ ഭാര്യയായി ചേർത്തുകൊണ്ടു, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകൻ അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഇംഗ്ലീഷിലെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വരാം. നോയിങ് എന്നാണ് അവിടെ അറിയുക എന്ന് പറയുന്ന ആ ഒരു പദം നമ്മൾ മലയാളത്തിൽ പരിഗ്രഹിക്കുക എന്ന് നമ്മൾ വായിക്കുന്നത്. നോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ ലൈംഗിക ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അലങ്കാര പദമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ജോസഫ് ഡിഡ് നോട്ട് നോ മേരി എന്ന് പറയുന്നു. അപ്പോൾ ഇതേ ആ നോയിങ്, അറിയുക എന്ന് പറയുന്ന പദപ്രയോഗം ഉൽപ്പത്തിയുടെ പുസ്തകം 4 അധ്യായം 1 വാക്യത്തിൽ കാണുന്നുണ്ട്. ആദാം തൻ്റെ ഭാര്യയായ ഔവ്വയെ അറിഞ്ഞു എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടു, അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടായി, ആ അർത്ഥമാണ്. അപ്പോൾ ഇനി മടങ്ങി വന്നാൽ മലയാളത്തിൽ പരിഗ്രഹിച്ചു എന്ന ആ വാക്ക് തന്നെ അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക് അൺടിൽ, പ്രസവിക്കും വരെ. ഗ്രീക്ക് ഭാഷയിലാണല്ലോ പുതിയ നിയമം ഒറിജിനലി എഴുതപ്പെട്ടിരിക്കുന്നത്. ഗ്രീക്ക് പദമായ ഹെയോസ് ആണ് അവിടെ വരെ, അൺടിൽ അതിനുപയോഗിച്ചിരിക്കുന്നത്. ഹെയോസിൻ്റെ അർത്ഥം അൺടിൽ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ശേഷം ചേഞ്ച് ഓഫ് ആക്ഷൻ, ഒരു കാര്യത്തിന് ശേഷം പ്രവൃത്തിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാറ്റം, ആ ഒരു അർത്ഥമാണ് ആ വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ചേഞ്ച് ഓഫ് ആക്ഷൻ ആഫ്റ്റർവേർഡ്. മത്തായി അവിടെ എഴുതിയിരിക്കുന്നത് യോസഫ് ഒരിക്കലും മറിയയെ പരിഗ്രഹിച്ചില്ല എന്നല്ല. മത്തായി എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ ജനനം വരെ യോസഫ് മറിയയെ പരിഗ്രഹിച്ചില്ല. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജനനത്തിന് ശേഷം യോസഫ് മറിയയെ പരിഗ്രഹിച്ചു, അല്ലെങ്കിൽ അവർ തമ്മിൽ നോർമലായിട്ടുള്ള ദാമ്പത്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. തിരുവെഴുത്തിൻ്റെ പ്ലെയിനായിട്ടുള്ള റീഡിങ്ങിൽ തന്നെ വ്യക്തമാണ് യേശുവിൻ്റെ ജനനത്തിന് ശേഷം യോസഫും മറിയയും നോർമലായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ തന്നെയാണ് ബൈബിൾ പറയുന്നത്. മാത്രവുമല്ല, ദൈവം യോസഫിനോട് പറയുക, നീ മറിയയെ കല്യാണം കഴിക്കണം, പക്ഷെ എന്നിട്ട് നീ സെലിബേറ്റായി, നീ ബ്രഹ്മചാരിയെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധവും യോസഫിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയുമാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? കാരണം ദൈവം ആദാമിനെയും ഔവ്വയെയും ഉണ്ടാക്കിയ ശേഷം കൊടുത്ത ആദ്യത്തെ കൽപ്പനയാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. അപ്പോൾ യോസഫിനെ കൊണ്ട് മറിയയെ കല്യാണം കഴിപ്പിക്കുകയും എന്നിട്ട് യോസഫ് മറിയയെ കണ്ടുകൊണ്ട് മാത്രം നിൽക്കണം, യാതൊരു വിധത്തിലും ശാരീരികമായി ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാതെ ഇരിക്കണമെന്ന് ദൈവം പറഞ്ഞാൽ അത് ദൈവം തന്നെ കൊടുത്ത കൽപ്പനയ്ക്ക് വിരുദ്ധവും മാത്രമല്ല യോസഫിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയുമാണ്. നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇനി 3, ദ ബൈബിൾ ക്ലിയർലി നെയിംസ് മേരീസ് അതർ സൺസ്. ബൈബിൾ വ്യക്തമായി പേരുകൾ വരെ പറയുന്നു മറിയയുടെ മറ്റ് പുത്രന്മാരുടെ.
മത്തായിയും മർക്കോസും ഈ രണ്ട് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ഹാഫ് ബ്രദേഴ്സ്, അർദ്ധ സഹോദരന്മാരുടെ പേരുകൾ വരെ കൊടുത്തിട്ടുണ്ട്. മത്തായി 13:55 56 ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? അവിടെ നിന്ന് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജനനത്തിന് ശേഷം മറിയയ്ക്ക് കുറഞ്ഞത് 4 പുത്രന്മാരോടുണ്ടായിരുന്നു. യാക്കോബ്, യോസെ, ശിമയോൻ, യൂദ, അതായിരുന്നു അവിടെ മറ്റു പുത്രന്മാരുടെ പേരുകൾ. പിന്നെ മർക്കോസ് 6:3 നമ്മൾ വായിക്കുന്നത് ഇവൻ്റെ സഹോദരികളും, അതായത് യേശുവിൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജനനത്തിന് ശേഷം മറിയയ്ക്ക് കുറഞ്ഞത് 2 പുത്രിമാരുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, യേശു മറിയയുടെ ആദ്യജാതനാണ്. മറിയയുടെ ഏകജാതനാണ് യേശു എന്നല്ല ബൈബിൾ പറയുന്നത്. ലൂക്കോസ് 2:7 വളരെ വ്യക്തമായിട്ടത് കാണുന്നുണ്ട്. അവൾ, അതായത് മറിയ, ആദ്യജാതനായ മകനെ പ്രസവിച്ചു, യേശുവിനെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ എന്ന് പറയുന്ന ആ പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം പ്രോട്ടോട്ടോക്കോൻ. അതൊരു കോമ്പൗണ്ട് വേർഡാണ്. അതായത് 2 വാക്കുകളിൽ നിന്നാണ് ആ ഒരൊറ്റ വാക്ക് കിട്ടുന്നത്. ആ 2 വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോസും ടിക്റ്റോയും. പ്രോട്ടോസിൻ്റെ അർത്ഥം ഫസ്റ്റ്, ആദ്യം. ടിക്റ്റോയുടെ അർത്ഥം ബി ബോൺ, ജനിക്കുക, അതായത് ആദ്യജാതൻ, അതായത് എൽഡസ്റ്റ്, ഏറ്റവും മൂത്ത. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജനനത്തിന് ശേഷം മറിയയ്ക്ക് മറ്റ് മക്കൾ ഉണ്ടായിരുന്നു. യേശുവിനെയും കൂടെ ഉൾപ്പെടുത്തിയാൽ മറിയയ്ക്ക് കുറഞ്ഞത് 7 മക്കളുണ്ടായിരുന്നു. ഈ യേശുവിൻ്റെ സഹോദരന്മാരായ യാക്കോബും യൂദയുമാണ് പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങളും എഴുതിയത്. ഇനി 4, ജോസഫ് വാസ് നോട്ട് ജീസസ് ബയോളജിക്കൽ ഫാദർ. യേശുവിൻ്റെ ഭൗമിക പിതാവായിരുന്നില്ല യോസഫ്. യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ ആയിരുന്നതും കൊണ്ട് തന്നെ യോസഫ് യേശുവിൻ്റെ ഭൗമിക പിതാവായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്കുണ്ടായ മക്കൾ യേശുവിൻ്റെ അർദ്ധ സഹോദരന്മാരും അർദ്ധ സഹോദരിമാരുമായിരുന്നു, ഹാഫ് ബ്രദേഴ്സ് ആൻഡ് ഹാഫ് സിസ്റ്റേഴ്സ്. ബൈ ദ വേ, യേശുവിൻ്റെ ഈ ഹാഫ് ബ്രദേഴ്സ്, അർദ്ധ സഹോദരന്മാരുടെ പേരുകൾ യാക്കോബ്, യൂദ, ശിമയോൻ, അവരെയും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ആ പേരുകളും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. കാരണം അന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് പുരുഷന്മാർക്ക് ഇട്ടുകൊണ്ടിരുന്ന പേരുകളായിരുന്നു ഈ പറഞ്ഞവ. ഇനി 5, ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ഫ്രീക്വൻ്റ്ലി മെൻഷൻസ് ജീസസ് ബ്രദേഴ്സ് ആസ് റിയൽ ഫാമിലി. പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്നൊരു കാര്യമാണ് യേശുവിൻ്റെ സഹോദരന്മാർ അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി കണ്ടിരുന്നു. തിരുവെഴുത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് യേശുവിന് യഥാർത്ഥത്തിൽ സഹോദരന്മാരുണ്ടായിരുന്നു. യോഹന്നാൻ 2:12 യേശു കപർന്നൗമിലോട്ട് തൻ്റെ അമ്മ മറിയയും തൻ്റെ സഹോദരന്മാരോടൊപ്പം പോയി എന്ന് പറയുന്നു. യോഹന്നാൻ 7:3, 5, 10 വാക്യങ്ങളിൽ യേശുവിൻ്റെ സഹോദരന്മാർ തന്നിൽ വിശ്വസിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. മത്തായി 12:46 തൻ്റെ അമ്മ മറിയയും തൻ്റെ സഹോദരന്മാരും യേശുവിനോട് സംസാരിക്കുവാൻ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1:14 തൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയായ മറിയയും മറ്റ് സഹോദരന്മാരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 9:5 കർത്താവിൻ്റെ സഹോദരന്മാർ ശുശ്രൂഷക്കാരായി എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നു. ഗലാത്യർ 1:19 പൗലോസ് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ കണ്ടുമുട്ടി എന്ന് പറയുന്നു. ബൈബിൾ ഒരിടത്തും ഈ പറഞ്ഞവരെ കസിൻസ് എന്നോ സ്റ്റെപ്പ് ബ്രദേഴ്സ് എന്നോ അല്ല വിളിക്കുന്നത്. ബൈബിൾ അവരെ അക്ഷരാർത്ഥത്തിൽ സിബ്ലിങ്സ്, സഹോദരങ്ങൾ, അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഇനി 6, ജീസസ് ഹാഫ് ബ്രദേഴ്സ് ആർ നോട്ട് ഹിസ് കസിൻസ്. യേശുവിൻ്റെ അർദ്ധ സഹോദരന്മാർ തൻ്റെ കസിൻസ് അല്ല. ചിലർ പറയും ഇവിടെയെല്ലാം നമ്മൾ വായിച്ച ബ്രദേഴ്സ്, സഹോദരന്മാർ എന്ന് ഉപയോഗിക്കുന്ന പദം ഗ്രീക്ക് ഭാഷയിൽ അഡൽഫോയ്, അത് യേശുവിൻ്റെ കസിൻസിനെ ആയിരിക്കാം. കാരണം നമ്മളെല്ലാവരും കസിൻ ബ്രദേഴ്സിനെയും ബ്രദർ എന്ന് വിളിക്കുമല്ലോ. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് യേശുവിൻ്റെ കസിൻസാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചിലർ അവകാശപ്പെടാം. ബൈ ദ വേ, കസിന് ഗ്രീക്ക് ഭാഷയിൽ മറ്റൊരു പദമുണ്ട്, അനപ്സിയോസ്. അത് നമ്മൾ കൊളോസ്യർ 4:10 കാണുന്നുണ്ട്. ബർണബാസിൻ്റെ മച്ചുനനായ കസിനായ മർക്കോസും. പുതിയ നിയമത്തിൽ കസിനും ബ്രദറും മച്ചുനനും സഹോദരനും ഇവ രണ്ടിനും വെവ്വേറെ പദങ്ങളാണ്. ഇവ രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു സമ്മറിയായിട്ട് പറഞ്ഞാൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, യേശു മറിയയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മറിയ കന്യകയായിരുന്നു. യേശു ജനിക്കുന്ന സമയം വരെ യോസഫ് മറിയയെ ഒരു കന്യകയായി തന്നെ സൂക്ഷിച്ചു. പക്ഷേ അതിനുശേഷം യേശു ജനിച്ച ശേഷം യോസഫും മറിയയും നോർമലായിട്ടുള്ള സാധാരണ ദാമ്പത്യ ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. തിരുവെഴുത്ത് വ്യക്തമായി കാണിക്കുന്നു മറിയയ്ക്ക് പിന്നീട് മക്കളുണ്ടായി. 4 പുത്രന്മാരും പിന്നെ അതുപോലെ പുത്രിമാരും തനിക്കുണ്ടായി എന്ന് ബൈബിൾ വ്യക്തമായി കാണിക്കുന്നു. യേശുവിന് യഥാർത്ഥത്തിൽ അർദ്ധ സഹോദരന്മാരും അർദ്ധ സഹോദരിമാരും ഉണ്ടായിരുന്നു.
റോമൻ കത്തോലിക്ക സഭയും അതുപോലെ ചില ഈസ്റ്റേൺ സഭകളുമൊക്കെ അവകാശപ്പെടും മറിയ എന്നേക്കും നിത്യ കന്യകയായിരുന്നുവെന്ന്. പക്ഷേ ബൈബിൾ പരിശോധിക്കുമ്പോൾ അവരുടെ അവകാശവാദം നിലനിൽക്കില്ല. പാരമ്പര്യത്തിന് അങ്ങനെ അവകാശപ്പെടാനൊക്കെ നോക്കാം, പക്ഷേ ദൈവശ്വാസീയമായ വചനമാണ് സത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം എന്തു പറയുന്നു അതിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. ബൈ ദ വേ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവം മറിയയെ തിരഞ്ഞെടുത്തത്? 6 കാരണങ്ങൾ. അതിൽ നിന്ന്, അതായത് മറിയയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കെന്ത് പാഠങ്ങൾ പഠിക്കാം, ആ ഒരു സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ സീ യു ദെയർ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.